ഗൈസ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റാമ്പാണ്. വേണ്ടി ആദ്യം വേണ്ടത് കുറച്ച് കാർഡ്ബോർഡ് കഷ്ണങ്ങളാണ്. ഞാൻ അതിലൊരു വലിയ റെക്റ്റാങ്കിൾ പീസാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ച് ചെറുതാക്കിയിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ചെറിയ നീണ്ട ഒരു കാർഡ്ബോർഡ് എടുത്ത് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ വെട്ടി മാറ്റി വെച്ച 2 ചെറിയ കാർഡ്ബോർഡ് പീസുകൾ ഒട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ് ഒന്നേ കളർ പേപ്പർ ഇട്ട് പൊതിയാം, അല്ലെങ്കിൽ ഇതേപോലെ പെയിൻ്റ് അടിച്ച് കൊടുത്താലും മതി. ഞാൻ ഇവിടെ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഫോം ഷീറ്റാണ്. ഇത് നമുക്ക് കടകളിലൊക്കെ വളരെ ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ കിട്ടും. എൻ്റെ ഇപ്പോൾ ഉള്ളത് ഗിൽറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ ഞാൻ ഗിൽറ്റർ സൈഡല്ല എടുക്കേണ്ടത്, അതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ സ്പോഞ്ചായിട്ടിരിക്കില്ലേ, ആ ഫോം സൈഡാണ് എടുക്കാൻ. ഏത് ഷേപ്പാണ് നമ്മൾ സ്റ്റാമ്പിന് വേണ്ടത് അത് വരച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒരു പൂവാണ് വരച്ചെടുക്കുന്നത്. ഫോം ഷീറ്റിന് വീതി കുറവായതുകൊണ്ടാണ് അതിൻ്റെ ബാക്കിൽ വേറൊരു ഫോം ഷീറ്റും കൂടെ ഒട്ടിച്ചു കൊടുത്ത് കുറച്ചുകൂടെ വീതിയാക്കി കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റാമ്പിന് വേണ്ടിയുള്ള ഇങ്ക് പാഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇങ്ക് പാഡ് ഇല്ലാത്തവർ സ്കെച്ച് പെൻ ഉപയോഗിച്ചാൽ സ്കെച്ച് പെന്നിട്ട് നമുക്ക് പല നിറത്തിലുള്ള സ്റ്റാമ്പ്സ് ചെയ്തെടുക്കാൻ പറ്റും. സ്കെച്ച് പെൻ കളർ വെച്ച് ചെയ്ത സ്റ്റാമ്പ്സാണ് ആദ്യം കാണിക്കുന്നത്. ഞാൻ ആദ്യം പിങ്ക് വെച്ച് ചെയ്തെടുത്തു, പിന്നെ റെഡ് വെച്ച് ചെയ്തെടുത്തു, എന്നിട്ട് ഞാൻ ഇങ്ക് പാഡ് വെച്ച് ചെയ്തതാണ് കാണുന്നത്. ഇത് ഞാൻ പണ്ടുണ്ടാക്കിയ 2 സ്റ്റാമ്പാണ്. ബിടിഎസിൻ്റെ ലോഗോ ഒക്കെ വെച്ചുള്ളൊരു സ്റ്റാമ്പാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൈസ്, ഈ വേർഡ്സൊക്കെ നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ നോർമലായിട്ട് അക്ഷരം എഴുതിയിട്ട് കണ്ണാടി വെച്ച് നോക്കുമ്പോൾ തലതിരിഞ്ഞല്ലേ കാണൂ. ആ രീതിയിൽ വേണം സ്റ്റാമ്പിൽ നമ്മൾ അക്ഷരങ്ങൾ ഒട്ടിക്കാൻ, എന്നാലേ കറക്റ്റായിട്ട് അക്ഷരങ്ങൾ വരൂ. അപ്പം ഗൈസ്, ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം.